ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്ന് രാത്രിയിൽ നിത്യജീവൻ എങ്ങനെ അവകാശമാക്കും എന്ന് പറഞ്ഞ് നമ്മൾ ദൂത് അവസാനിപ്പിക്കും. നിത്യജീവൻ പ്രാപിക്കണമെന്ന് കൊതിച്ച് ദൈവകൃപയിൽ വന്നവരൊക്കെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. കരം കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നിത്യജീവൻ ലഭിക്കുന്നതെന്ന് ഓടിച്ച് പറഞ്ഞ് എനിക്ക് തന്ന സമയത്ത് നമ്മൾ ദൂത് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വചനം ഇന്ന് രാത്രി പാപികളെ രക്ഷയിലേക്ക്, മാനസാന്തരത്തിലേക്ക് നടത്തും. വചനം ഇന്ന് രാത്രി രോഗികളെ സൗഖ്യമാക്കും. വചനം ഇന്ന് രാത്രി ആഴത്തിൽ താണുപോയവരെ ഉയർത്തിക്കൊണ്ടുവരും. വചനം ഇന്ന് രാത്രി വഴി അടഞ്ഞവർക്ക് വഴി തുറന്നു കൊടുക്കും. വചനം ഇന്ന് രാത്രി വറ്റിപ്പോയ ഉറവകളെ നിങ്ങൾക്കായി തുറന്നു തരും. ഇവിടെ കേട്ടുകൊണ്ടിരിക്കും, ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി വചനം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ. 96കളിൽ ദുബൈയിൽ ചെന്നപ്പോൾ പ്രിയപ്പെട്ട ഷൈച്ചാൻ്റെ കൂടെയൊക്കെ താമസിച്ച് ദീർഘദിവസങ്ങൾ ദൈവവചനം പറഞ്ഞത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവിടെ രക്ഷിക്കപ്പെട്ടവരെ രാത്രി ഞങ്ങൾ കൊണ്ടുപോയി കടലിൽ സ്നാനപ്പെടുത്തിയത് ഓർക്കുന്നു. ഇന്ന് രാത്രിയിലും സ്നാനത്തിന് വേണ്ടി ജനം ഒരുക്കപ്പെടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. 2 ദിവസം ഒരു മെസ്സേജ് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നൊരു നല്ല പ്രസംഗകനാണെന്ന് പേര് കേട്ട് പോകാൻ വേണ്ടി വന്നതല്ല. ഈ 2 ദിവസങ്ങൾ മിനിസ്റ്ററിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കരം ഒന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. 2 കരം നന്നായിട്ടടിച്ച് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ഒരു നിമിഷം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമല്ലോ. ഹല്ലേലൂയ. കൃപ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് വായിച്ചത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വളരെ മാന്യനായ, അതിലേറെ ധനാഢ്യനായ, സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ വന്ന് വിളിച്ചു, നല്ല ഗുരു, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഇവനെക്കുറിച്ച് താഴെ എഴുതിയിരിക്കുന്ന വാക്യം 23-ാമത്തെ വാക്യം. അവൻ എത്രയും ധനവാനാകൊണ്ട്. മതി. അപ്പൊ ഈ വന്നേക്കുന്നയാൾ സാധാരണക്കാരനല്ല, ഒരു മൾട്ടി മില്യനിയർ ആയിട്ടുള്ളയാളാണ്. എത്രയും ധനവാൻ. നമുക്ക് അംബാനിന്നോ അദാനിന്നോ ഒക്കെ വേണേൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പേര് വിളിക്കാം. പ്രൈസ് ദി ലോർഡ്. എത്രയും ധനവാനായ ഒരു ചെറുപ്പക്കാരൻ. ധനമുണ്ടെങ്കിൽ എന്തും വാങ്ങിക്കാം. എൻ്റെ ചിന്ത, അവൻ കാശ് കൊടുത്ത് മേടിക്കാവുന്ന എല്ലാം മേടിച്ച് കാണും. വീട്, കാറ്, ഭൂസ്വത്ത്, കമ്പനികൾ, ഫാക്ടറികൾ എന്ന് വേണ്ട എല്ലാം അവൻ മേടിച്ച് കാണും. പക്ഷെ പലയിടത്തും പോയി അന്വേഷിച്ചിട്ട് കാശ് കൊടുത്ത് കിട്ടാത്ത ഒരു സാധനം നിത്യജീവനാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ബാക്കിയെല്ലാം വിലയ്ക്ക് മേടിക്കാം, പക്ഷെ നിത്യജീവൻ തൻ്റെ കയ്യിലെ പണം കൊണ്ട് മേടിക്കാനൊക്കത്തില്ലെന്ന് ബോധ്യപ്പെട്ട ഈ ചെറുപ്പക്കാരൻ അതാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് തരാൻ സാധ്യതയുള്ളവൻ്റെ അടുക്കൽ അവൻ ചെന്ന് വിളിച്ചു, നല്ല ഗുരു, ഞാൻ എൻ്റെ പണം കൊണ്ട് ലോകത്തിൽ മേടിക്കാവുന്നതെല്ലാം മേടിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെ എങ്ങും ഒരു മാർക്കറ്റിലും കിട്ടാത്ത ഒന്ന് നിന്റെ പക്കൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അത് ഞാൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? വളരെ പ്രാർത്ഥനയോടെ
നമുക്കിന്ന് രാത്രിയിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദൂതനെ ആശീർവാദം പറയും മുമ്പേ ഇവിടെ ഇരിക്കുന്ന വചനം ഗ്രഹിക്കാൻ കഴിവുള്ള മുഴുവൻ പേരും മറ്റൊന്നും നേടിയില്ലെങ്കിലും നിത്യജീവൻ ഉടമസ്ഥരായി തീരണം. ഞാൻ നിങ്ങളെ കുറച്ച് പേരെ സൗഖ്യമാക്കിയിട്ട് ഇവിടുത്തെ നേഴ്സുമാരുടെ പണി കളയാനോ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പൂട്ടിക്കാനോ ഒന്നും വന്നതല്ല. സ്തോത്രം. നിങ്ങൾക്കിവിടെ എന്തെങ്കിലും കുറച്ച് കൂടുതൽ പോസിബിലിറ്റി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൈയടിപ്പിക്കാൻ വന്നതല്ല. ഇന്ന് രാത്രി ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും നിത്യജീവൻ കിട്ടണം. ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവവചനത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യം. വേഗം വാക്യം വായിച്ച് സഹായിക്കണം. 1 യോഹന്നാൻ 2:25. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഒരു ഹല്ലേലൂയ പറയണം. നല്ല ഹല്ലേലൂയ പറയണം. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം മക്കളെ തരാമെന്നോ ഭാര്യയെ തരാമെന്നോ ഭർത്താവിനെ തരാമെന്നോ വീട് തരാമെന്നോ വസ്തു തരാമെന്നോ ഒന്നുമല്ല. സ്വർഗം നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം പറഞ്ഞാട്ടെ, നിത്യജീവൻ തന്നെ. നിങ്ങളെ വാക്യം നോക്കിക്കേ. ഇതാകുന്നു യേശു നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഈ ലോകത്തിൽ 2 ശക്തികൾ ഉണ്ടെന്ന് പുസ്തകം പറയുന്നു. യോഹന്നാൻ 10:10. ഒന്നാമത്തെ ശക്തി അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും, ചേർന്ന് പറയുമോ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ യേശു വന്നത്. നല്ല ഹല്ലേലൂയ പറയണം. നിങ്ങളുടെ കയ്യിരിക്കുന്ന അപ്പം എല്ലാം കൂടെ മേടിച്ചിട്ട് അത് 5000 പേരെ പോഷിപ്പിച്ചിട്ട് ആ വിൻസ്റ്ററി തട്ടുകട തുടങ്ങിക്കാനല്ല യേശു വന്നേ. അമേരിക്കയെയും കാനഡയും തമ്മിൽ വേർതിരിക്കുന്ന നദിയുടെ കരയിൽ കൂടെ വെള്ളത്തിൽ കൂടെ പാലത്തെ കയറാതെ തുരങ്കത്തിൽ കൂടെ വരാതെ നടന്നു കാണിച്ചിട്ട് ഒരത്ഭുത മനുഷ്യനാന്ന് കാണിക്കാനല്ലേ യേശു വന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, സാധാരണ ജീവനല്ല, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. ഇവിടെ 2 പ്രബലമായ ശക്തികൾ നിൽക്കുക. ഒന്ന് അറുക്കുന്ന ശക്തി. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? അറക്കുന്ന ശക്തി, മുടിക്കുന്ന ശക്തി, മോഷ്ടിക്കുന്ന ശക്തി, നിന്റെ ജീവനെ തകർക്കുന്ന ശക്തി. ഒരു ഭാഗത്ത് മുഴുവനത്തോടെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ യേശു ഈ രാത്രി നിൽക്കുകയാ. ഏത് പ്രാപിക്കണമെന്ന് ഇന്ന് രാത്രി നാം തീരുമാനിക്കണം. എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്? വളരെ സിമ്പിളാണ്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. കാണാതറിയാവുന്ന വാക്യം. വേഗം പറഞ്ഞു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം അറിയാത്ത ഒരൊറ്റ ദൈവമക്കളും കാണത്തില്ല. സകല മനുഷ്യർക്കും അറിയാവുന്ന വാക്യം. തൻ്റെ, ചേർന്ന് പറയുമോ, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനായ യേശുവിനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ ലോകത്തെ സ്നേഹിച്ചു. ഒരു ഹല്ലേലൂയ ഈ രാത്രി പറയണം. അപ്പൊ ആ വാക്യത്തിൽ 2 കാര്യം പറയുന്നു. നശിച്ചു പോകുക, നിത്യജീവൻ പ്രാപിക്കുക. എൻ്റെ കൂടെ നിങ്ങൾ വരണം. നശിച്ചു പോകുക, നിത്യജീവൻ പ്രാപിക്കുക. ആരാ നശിക്കുന്നത്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. അപ്പൊ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ എൻ്റെ ദൈവം 2 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവര്. 2, വചനം കേട്ടിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ നശിച്ചു പോകുന്ന ഒരു ഗണം. ഈ 2 ഗണത്തിൽ നാം ഈ രാത്രി ഏത് ഗണത്തിലാണ്? എനിക്ക് ഈ ലോകത്തിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ യേശുവിൽ
വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ രാത്രി കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച്, ഉലകത്തിൽ മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, ജോലി കിട്ടാൻ വേണ്ടി ദൈവകൃപ വരല്ല, വിസ കിട്ടാൻ വേണ്ടി ദൈവകൃപ വരല്ല, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവകൃപ വരല്ല, വീട് പണിയാൻ വേണ്ടി ദൈവകൃപ വരല്ല, കല്യാണം നടക്കാൻ വേണ്ടി ദൈവകൃപ വരല്ല. ഇതെല്ലാം ദൈവകൃപയിൽ വരുന്നവർക്ക് ദൈവം തരും. സ്വത്രം പറഞ്ഞില്ല. ഇതെല്ലാം ദൈവകൃപയിൽ വരുന്നവർക്ക് ദൈവം തരും. പക്ഷെ നീ കൃപയിലേക്ക് വരേണ്ടത് ജോലിക്കല്ല, വീടിനല്ല, കാറിനല്ല, വിസയ്ക്കല്ല, കല്യാണത്തിനല്ല, മക്കളെ കിട്ടാനല്ല, സൗഖ്യമുണ്ടാകാനല്ല. നിന്റെ ഏക ലക്ഷ്യം നിത്യജീവനായിരിക്കണം. ഈ രാത്രി സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. ഉലകത്തിൽ എനിക്ക് മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും എനിക്ക് ഇന്ന് രാത്രി യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഹല്ലേലൂയ. ഒന്ന്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിച്ചാൽ എന്തെല്ലാം കിട്ടും? ഒന്ന് ഓടിച്ച് വായിച്ചു വിട്ടോ. അപ്പോസ്തലപ്രവൃത്തി 10:43. പെട്ടെന്ന് വായിച്ചു വിടണം. നമുക്ക് വളരെ സമയം എടുത്തു പറയേണ്ട ഒരുപാട് കാര്യമുള്ളത് കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 10:40. വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന്. മതി. ഒരല്ലേലൂയ പറഞ്ഞേ. എല്ലാരും പറഞ്ഞില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗം കോവിഡ് അല്ല പ്രിയരെ, ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, ലുക്കേമിയ അല്ല, വൈറൽ ഫീവർ അല്ല, പ്രൈസ് ദി ലോർഡ്, ലിവർ സിറോസിസ് അല്ല, കിഡ്നി ട്രബിൾ അല്ല, ഡയബറ്റിക് അല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ മാരകമായ രോഗം പാപമാ. പ്രൈസ് ദി ലോർഡ്. ക്യാൻസറിന് മരുന്നുണ്ട്, ട്യൂമറിന് മരുന്നുണ്ട്, ലുക്കേമിയയ്ക്ക് മരുന്നുണ്ട്, ഹാർട്ട് അറ്റാക്കിന് മരുന്നുണ്ട്, വൈറൽ ഫീവറിന് മരുന്നുണ്ട്, അല്ലെങ്കിൽ ലിവർ സിറോസിന് മരുന്നുണ്ട്, കിഡ്നി ട്രബിളിന് മരുന്നുണ്ട്. പക്ഷെ പാപത്തിന് മരുന്നില്ല. പാപമെന്ന മാരക രോഗത്തിന്റെ അന്ത്യം മരണമാ. പാപത്തിന്റെ ശമ്പളം പറഞ്ഞേ മരണം. നീക്കുപോക്കില്ലാത്ത പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ പ്രവേശിച്ചു എങ്കിൽ ഏക മനുഷ്യന്റെ മരണത്താൽ പാപത്തിന്റെ ശമ്പളമായ മരണം നീങ്ങി നമുക്ക് ജയം ലഭിച്ചിരിക്കുകയാൽ ഈ രാത്രി സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കണമേ. ഇന്ന് രാത്രി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ കാൽവറിയിൽ തകർത്തുകൊണ്ട് ജയോത്സവം കൊണ്ടാടി നമുക്ക് ജീവൻ നൽകിയ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു. എങ്ങനെ? ദാവീദിന്റെ ഭാഷയിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിലെ ഗർഭത്തിൽ ഞാൻ ഉരുവായത് പാപത്തിലാ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് പാപിയായ മനുഷ്യനായിട്ടാ. എൻ്റെ ദേഹത്തൊഴുകുന്ന രക്തം പാപത്തിന്റെ ഉടമസ്ഥനായ ആദാമ്യ രക്തമാ. ഹലോ, നിങ്ങളുടെ എല്ലാം ദേഹത്തൊഴുകുന്ന രക്തം ആദാമ്യ രക്തമാ. ആദാമ്യ രക്തത്തിൽ പിറന്ന മുഴുവൻ മനുഷ്യരും പാപികളാ. എന്നാൽ പാപമില്ലാത്ത രക്തത്തിൽ പിറന്ന ഒരാളെ ഉലകത്തിലുള്ളൂ. അത് സ്ത്രീയുടെ സന്തതിയായി പിറന്ന യേശുവ. മറിയയോട് ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിക്കും, നീ ഒരു മകനെ പ്രസവിക്കും. നീ പ്രസവിക്കുന്ന മകന് സകല മനുഷ്യരെയും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാകയാൽ നീ അവന് യേശു എന്ന് പേരിടണം. എന്താ യേശു എന്ന പേരിന്റെ അർത്ഥം? അവൻ സകല മനുഷ്യരെയും
അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാകയാൽ നീ അവൻ എന്തിടണം. അവൾ പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? എൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഉടനെ സ്വർഗത്തിൻ്റെ മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ജനിക്കുന്ന പ്രജ. വാക്ക് നിങ്ങൾ പറഞ്ഞേ, കേട്ടില്ല? വിശുദ്ധ പ്രജയായിരിക്കും. എല്ലാവരും പറഞ്ഞേ, ഈ ഉലകത്തിൽ പാപമില്ലാതെ വിശുദ്ധ പ്രജയായി ജനിച്ച ഒരാളെയുള്ളൂ, അതെന്റെ യേശുവ. നല്ല ഹല്ലേലൂയ പറയണം. ഞാൻ ഈ പ്രായത്തിലും ഓടി നടന്ന് ലഭിക്കുന്ന എല്ലാ വേദികളിലും പ്രസംഗിക്കാൻ കാരണം പാപമില്ലാത്ത പരിശുദ്ധനെ എൻ്റെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് രാത്രി അവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിങ്ങളുടെ അക്ഷരിക കണ്ണുകൾക്ക് അവനെ കാണാൻ കഴിയത്തില്ലെങ്കിലും നിങ്ങളുടെ ആത്മ കണ്ണുകൾ കൊണ്ട് ഈ രാത്രി നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ചാരത്തവനുണ്ട്. പാപമില്ലാത്ത ഉലകത്തിലെ ഏക പരിശുദ്ധനായ യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. രണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. മൂന്ന്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ 11:25 യോഹന്നാൻ 11:25 വേഗം വേഗം വായിക്കണം. 11:25. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നല്ല ഹല്ലേലൂയ രാത്രി പറയണം. മരണത്തെ കുറിച്ച് രാത്രി പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, മരണത്തെ കുറിച്ച് രാത്രി പേടിക്കല്ലേ. മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല, മരണം കൊണ്ടെല്ലാം തീരുകയല്ല. ഈ പുസ്തകം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും. ഹല്ലേലൂയ പറയണം. ഈ രാത്രി നിന്റെ അകത്തെ മനുഷ്യൻ ഈ രാത്രി ബലപ്പെടണം. നിന്റെ പ്രത്യാശ ഈ രാത്രി വർദ്ധിക്കണം. നീ നിരാശയോടെ ദൈവത്തെ ആരാധിക്കരുത്. നീ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. കോവിഡ് വന്നിട്ട് അതെ പിപിക്കിനകത്തിട്ട് സിപ്പിട്ട് ലോറിക്കകത്ത് കൊണ്ടുപോയി JCB കൊണ്ട് വളരെ ആഴത്തിൽ കുഴി പിളർന്നിട്ട് തോട് പോലെ കുഴിച്ച് അതിനകത്തിട്ട് ലോറിയോടെ കുഴിച്ചിട്ട് അന്ത്യകുർബാന ഒന്നും കിട്ടാതെ 90 സങ്കീർത്തനം വായിക്കാതെ ചരമപ്രസംഗം നടത്താതെ അനുശോചനം നടത്താതെ അടക്കിയ ഒരു വിശുദ്ധനുണ്ടെങ്കിൽ ഞാൻ ഈ രാത്രി ആത്മാവി പറയാം, കാഹളം ധ്വനിക്കും. അന്ന് എൻ്റെ യേശുവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ എത്ര അടി ആഴത്തിൽ കുഴിച്ചിട്ടതായാലും എൻ്റെ യേശുവിന്റെ കാഹളത്തിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രത്യാശയുള്ളവർ ആ കരമൊന്ന് ചേർത്തടിച്ചു രാത്രി. ഹല്ലേലൂയ. ഓ റബലമനഗദുരജാലഗരഗ ശൈഡമാനവൗഷ പ്രമനാദരാദര. മരിച്ചെന്ന് കേൾക്കുമ്പോൾ റീത്ത് മേടിക്കാനല്ല പോകണ്ടേ, അനുശോചനം പറയാൻ കുറുപ്പ് തപ്പുവല്ല ചെയ്യണ്ടേ. നീ പറയണം, മരിച്ചാലും ജീവിക്കും. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? എൻ്റെ മൃതന്മാർ ജീവിക്കും. നീ വിശ്വസിക്കണം. ഒന്ന്, വിശ്വസിക്കുന്നവന് നിത്യജീവൻ. രണ്ട്, വിശ്വസിക്കുന്നവന് പാപമോചനം. മൂന്ന്, വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നാല്, അപ്പോസ്തലർ 3:15-16 വേഗം വായിച്ചു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ പേര് പറയുമ്പോൾ നിന്റെ രോഗം മാറിക്കൊണ്ടിരിക്കുക. 3-ാം അധ്യായത്തിൽ അമ്മയുടെ വയറ്റിൽ വെച്ച് പിശാച് കെട്ടി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എല്ലാ രോഗവും പുറത്തു വന്നു വരുന്നതല്ല. ഈ ചെറുക്കൻ വയറ്റിൽ കിടക്കുമ്പോഴേ കാല് കൂട്ടിക്കെട്ടി. ജനിച്ചത് മുടന്തനായിട്ടാ. അങ്ങനെയാണെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ കെട്ടുന്ന കെട്ടുണ്ട്, ജനിച്ച് കഴിഞ്ഞ് കെട്ടുന്ന കെട്ടുണ്ട്. രണ്ടായാലും അഴിക്കാൻ യേശു മതിയായവനാ. സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കലിരുന്നവന്റെ കേസ് ജനിക്കുന്നതിന് മുമ്പുള്ളതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല. ഞങ്ങൾക്കില്ലെന്നല്ല പറഞ്ഞേ,
യോഹന്നാൻ്റെ ഉണ്ടോ ഇല്ലെന്നുള്ള യോഹന്നാൻ്റെ കാര്യമാണ്. പുള്ളി വിൽക്കേണ്ട ലോക്കറി വെച്ചേക്കാം, കൊച്ചിനെ കെട്ടിക്കാൻ നേരത്ത് വേണമെങ്കിൽ ലോൺ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടോ നമുക്കറിയത്തില്ലല്ലോ. കൈപൊക്കമൊന്നും വേണ്ട. ഹലോ, അവരവരുടെ കയ്യിൽ എന്നൊക്കെ ഉണ്ടെന്ന് അവരവർക്കല്ല അറിയത്തുള്ളൂ. പോയത് ഒന്നിച്ചാണെങ്കിൽ ശുശ്രൂഷയിൽ പത്രോസ് പറഞ്ഞു, എനിക്കില്ല, എനിക്കുള്ളത് ഞങ്ങൾക്കുള്ളതല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായന്റെ നാമത്തിൽ എഴുന്നേക്കടാ എന്ന് പറഞ്ഞപ്പോൾ നരിയാണി ഉറച്ചു. എന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറ്റി വെച്ച് പിശാച് കെട്ടിയ കെട്ടരിഞ്ഞെന്ന്. ഇവൻ ആരോഗ്യം വന്നത് എൻ്റെ മിടുക്കല്ല, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയ. ഈ രാത്രി ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിറവിക്ക് മുമ്പേ ദുഷ്ട പിശാച് നിന്റെ തലമുറയെ കെട്ടിയ കെട്ടുകൾ ഈ രാത്രി സ്വർഗം അഴിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തലമുറയെ കുറിച്ച് ഭാരപ്പെടരുത്. ഇവിടുത്തെ ഡോക്ടർമാർ പറയും കൊച്ചിന് ഹാർട്ടില്ല, ലിവറില്ല, ലങ്സ് ഇല്ല, വറച്ചില്ല, തലച്ചോറില്ല, തലയോട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നോട് പറയും അബോർഷൻ ചെയ്തേരെ, കൊന്നു കളഞ്ഞേര് എന്നൊക്കെ പറയുമ്പോൾ നീ പറഞ്ഞത് പ്രാർത്ഥിച്ച് ഉദരത്തിൽ ഉരുവായേക്കാം. ഹലോ, ഇത് പ്രാർത്ഥിച്ച് ഉദരത്തിൽ ഉരുവായതാ. താൻ പറയുമ്പോൾ കളയാനുള്ളതല്ല. എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. ദൈവം അത് തരും, ദൈവം അത് തരും. ഇന്ന് രാത്രി നിനക്ക് വാഗ്ദത്തങ്ങൾ ലഭിക്കാതിരിക്കാൻ പിശാച് കെട്ടുന്ന സകല കെട്ടുകളെ ആത്മാവിന്റെ അധികാരത്തിൽ അഴിക്കാൻ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. അടകം വനകം ദുടകം ജഗനം രഗതം വൈഡം വേദം രൗഷം റിമന രീക ബാബ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഒന്ന്, അവന്റെ നാമത്തിൽ നിത്യജീവൻ. എല്ലാവരും പറഞ്ഞേ. രണ്ട്, അവന്റെ നാമത്തിൽ പാപഭോജനം. മൂന്ന്, അവന്റെ നാമത്തിൽ മരിച്ചാലും ജീവിക്കും. നാല്, അവനെ വിശ്വസിക്കുന്നവൻ ആരോഗ്യം കിട്ടും. ഇന്ന് രാത്രി പലരുടെയും രോഗത്തിന് കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക. അതിന് PC ചെറിയാൻ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കണമെന്നില്ല. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം നിന്റെ ഞാടി ഞരമ്പുകളിൽ, സന്ധിമഞ്ഞകളിൽ, മാംസപേശികളിൽ, മസിൽസുകളിൽ, ലിഗമെന്റുകളിൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ദുഷ്ടപിശാച് കെട്ടിയ സകല കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. അപ്പൊ നമ്മുടെ വിഷയത്തിൽ മടങ്ങി വരട്ടെ. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. രണ്ട്, യോഹന്നാൻ തന്നെ 5:39 വേഗം വേഗം വായിക്കണം. യോഹന്നാൻ 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, നിങ്ങളിങ്ങനെ ഇരിക്കാതെ, എനിക്കിത് കാണുമ്പോൾ സങ്കടം. ഹല്ലേലൂയ. ദുഃഖിക്കുക വചനം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ട്. നിന്റെ ടീപ്പോടെ കീഴെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടുന്ന പോലെ തട്ടുന്ന പുസ്തകത്തിന് അത് നിത്യജീവനുണ്ടെന്ന്. നീ എവിടെ പുസ്തകം വെച്ചേക്കുന്നേ? കഴിഞ്ഞ ഞായറാഴ്ച ഹോളിൽ കൊണ്ടുവന്ന് അടുത്ത ഞായറാഴ്ച വരെ ഹോളിൽ തന്നെ കസാറ വെച്ചിട്ട് പോയേക്കല്ലേ? ഹലോ മുനിസിപ്പാലിറ്റി, ഞാൻ എൻ്റെ സഭയിൽ ഒരു കാർപ്പൻ്റർ ഫാമിലി ഉണ്ട്. അവൻ്റെ പേര് ബോബൻ എന്നാണ്. ബോബന് അവൻ്റെ ഭാര്യ ജയയും കൂടെ ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ പോയി. അവർക്ക് അങ്ങനെ ബന്ധങ്ങളുള്ളത് കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം തരാം, നീ വായിക്കാമെന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു ഏതാ? ഞാൻ പറഞ്ഞു വേദപുസ്തകം തരാം. ഓക്കെ, എനിക്ക് വലിയ സന്തോഷം, തരാൻ പറഞ്ഞു. അവൻ വേദപുസ്തകം കൊടുത്തും വെച്ച് ഒരു 66 പുസ്തകം അടങ്ങിയ വേദപുസ്തകം കൊടുത്തു. വലിയ പുസ്തകം കൊടുത്തും വെച്ച് അവനിഞ്ഞ് പോന്നു. ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവൻ ചെന്ന് ഇവൻ്റെ വീട്ടിൽ പിന്നെയും വിസിറ്റിങ്ങിന് പോയി. ചെന്നപ്പോൾ ചോദിച്ചു, ആട്ടെ ബ്രദറെ, ഞാൻ തന്ന പുസ്തകം നീ വായിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, വായിക്കുന്നുണ്ടോന്നോ? എന്നും രാവിലെയും വൈകിട്ടും വായിക്കുന്നുണ്ട്. ഒരു പുസ്തകം എന്ത് ചെയ്യേ? അതിപ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. അവനകത്ത് കയറി ചെന്നിട്ട് ഈ പട്ടിനകത്ത് പൊതിഞ്ഞു വെച്ചേക്ക വേദപുസ്തകം. ഒരു ചുമന്ന പട്ടിനകത്ത് വേദപുസ്തകം പൊതിഞ്ഞു വെച്ചിട്ട് ഇവൻ്റെ മിന്നെ കൊണ്ടെത്തുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്? നീ പുസ്തകത്തെ പൂജിക്കുകയാണ്. പൂജിക്കുകയൊന്നുമല്ല, ഇതിനകത്ത് നിത്യജീവനുണ്ട്. അതുകൊണ്ട് ഞാൻ നീ തന്ന മുതൽ വായിക്കുന്നതിന് മുമ്പ് ഞാൻ കുളിച്ച് തൊഴുതേച്ച് വന്ന് വായിച്ചേച്ച് ഞാൻ മടക്കി സൂക്ഷിച്ചു വെക്കും.
നമ്മളെവിടെ ഇട്ടേക്കുന്നേ? നമ്മൾ ആ വേർപ്പ് പോലും തുടങ്ങിയല്ലേ കക്ഷത്തി ഇത് വെക്കുന്നേ? മിണ്ടുന്ന ഇരിപ്പ് കണ്ടിട്ട് എന്നോട് ദേഷ്യം പോലെ. നിന്റെ നാറ്റമുള്ള വേസ്റ്റ് കൊടുക്കുന്ന കക്ഷത്തി വെച്ചോണ്ട് നടക്കുന്നേ. നിന്റെ ടീപ്പോയുടെ കീഴിൽ പിള്ളേർ തട്ടാനിട്ടേക്കുന്നേ. നീ കാലുകൊണ്ടല്ലേ തൊടിച്ച് നീക്കി വെക്കുന്നേ. അതിനകത്ത് നിത്യജീവനുണ്ടെന്ന് നീ കണ്ടിട്ടുണ്ടോ? ഹലോ, സ്വോത്രം ഈ രാത്രി പറയണം. നിന്റെ കൈ തന്നേക്കുന്ന ഈ പുസ്തകത്തിൽ നിത്യജീവനുണ്ടെന്ന്. നീ രാവിലെ എഴുന്നേക്കുമ്പോൾ മൊബൈൽ മാറുന്നതിന് മുമ്പ് ഇത് വായിക്കണം. നീ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇത് വായിക്കണം. ആരുടെയും കമന്റ് വായിക്കുന്നതിന് മുമ്പ് പുസ്തകം വായിക്കണം. നിന്റെ കയ്യിലെ പുസ്തകത്തിൽ നിത്യജീവനുണ്ട്. ഈ രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. സ്വർഗം നിന്റെ കൈ തന്നിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിത്യജീവനുണ്ട്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതുപോലൊരു യോഗത്തിൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗം ഇച്ചിരി കട്ടിയായി. പ്രസംഗം കട്ടിയായപ്പോൾ ഈ ആളുകൾ ഇറങ്ങിപ്പോയി. ആളിറങ്ങിപ്പോയപ്പോൾ ശിഷ്യന്മാരിലെ പ്രധാന ചെവി വന്ന് പറഞ്ഞു, അച്ഛാ അങ്ങനെ വിളിച്ചെന്ന് ധരിക്കല്ലേ, യേശുവേ നല്ല ഗുരു, ഈ ആളുകളൊക്കെ ഇറങ്ങിപ്പോന്നു, അതുകൊണ്ട് ഇച്ചിരി മയത്തി പ്രസംഗിക്കാൻ പറഞ്ഞു കാണും. ഉടനെ കർത്താവ് പറഞ്ഞു, നിനക്കും പാമടാവുവേ, ഞാൻ ആൾ കൂട്ടാൻ വന്നതല്ല. മിനിസ്റ്ററിൽ 1000 പേരുള്ള മെഗാ ചർച്ച് ഉണ്ടാക്കാൻ ഞാൻ വന്നതല്ല. നിനക്കും പാം. നിങ്ങൾ മിണ്ടുന്നില്ല. ആരെയും വിടലെന്ന് പറഞ്ഞ പുള്ളിയോട് യേശു പറഞ്ഞു, നിനക്കും പാം. എൻ്റെ വചനത്തിൽ നിലനിൽക്കാത്തവനെ ഒന്നും എനിക്ക് വേണ്ട. ഉടനെ പത്രോസ് പറഞ്ഞു, പോകാനോ? ഞാൻ പോകാനോ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടേച്ച് ഞാൻ എവിടേക്ക് പോകും? ഞാൻ നിന്നെ അനുഗമിക്കുന്നത് പടകിൽ മീൻ കിട്ടിയ കൊണ്ടല്ല. നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവന് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. സ്നേഹിത, നിന്റെ കരത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിത്യജീവനുണ്ട്. ഓരാ മനക ശൈഡരാധരാജന, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ. നിത്യജീവ നിന്നിലുണ്ട് പരനെ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വാസി. ഓ നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. പ്രിയരേ, പുസ്തകത്തിൽ വചനത്തിൽ യേശു പറയുന്നു, നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ട്. ചോദ്യം കാശുള്ളത്, കാശുകാരൻ, ധനാട്യൻ, വലിയ ധനികൻ, കർത്താവേ എങ്ങനെ നിത്യജീവൻ കിട്ടും? ഒന്നാമത്തെ ഉത്തരം, പുത്രനെ വിശ്വസിക്കണം. രണ്ടാമത്തെ ഉത്തരം, വചനത്തിൽ വിശ്വസിക്കണം. മൂന്നാമത്തെ ഉത്തരം, 6-ാമധ്യായ യോഹന്നാൻ തന്നെ 38 മുതൽ 40 വരെ. യോഹന്നാൻ 6:38-40. വേഗം ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും, പറഞ്ഞേ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. പാസ്റ്ററുടെ ഇഷ്ടമല്ല, കൺവെൻഷൻ പ്രീച്ചറുടെ ഇഷ്ടമല്ല, പ്രവാചകന്റെ ഇഷ്ടമല്ല. എന്നെ അയച്ചൊരു പിതാവുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നതല്ല. എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നെ നോക്കിക്കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകണം. ഒരല്ലേലൂയ പറഞ്ഞ ഇന്ന് രാത്രി, ദൈവത്തിൻ്റെ ഇഷ്ടം നിനക്ക് പുത്രനിൽ കൂടെ നിത്യജീവൻ വരണം. എങ്ങനെ? പുത്രനെ നോക്കിക്കൊണ്ട്. എല്ലാവരും പറഞ്ഞേ, പുത്രനെ. നിങ്ങൾ നോക്കിയേ, 3 ക്രൂശ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം കേട്ടോ. എന്തിനാണെന്നറിയാമോ? യോഹന്നാൻ നമ്മളെ ചൂണ്ടിക്കാണിച്ചു, കാൺമീൻ, കാൺമീൻ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ. ക്രൂശിലോട്ട് നോക്കിക്കേ, പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കാണാൻ പറഞ്ഞ എങ്ങോട്ടാണെന്നറിയാമോ? ക്രൂശിനെ ചൂണ്ടി പറയാണ്, കാൺമീൻ,
നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് ക്രൂശിൽ എത്ര വലിയ സ്നേഹമാണ് നൽകിയത്. 3 ക്രൂശ്, 2 ദുഷ്പ്രവർത്തിക്കാർ, 1 യഹൂദന്മാരുടെ രാജാവ്. ഒരു ദുഷ്പ്രവർത്തിക്കാരൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൂഷിച്ചു, തന്നെ അങ്ങ് രക്ഷിക്കണോ, തന്നെത്താൻ അങ്ങ് രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെ കൂടെ രക്ഷിക്കുക എന്നെല്ലാം പറഞ്ഞ് ദൂഷിച്ചു. ഉടനെ മറ്റവൻ, എടാ നിനക്ക് ഈ ചാകാൻ നേരത്ത് പോലും ഒരു കുറ്റബോധം ഇല്ലേ? ചാകാൻ തുടങ്ങുമല്ലേ, അന്ത്യശ്വാസം വലിക്കുകയല്ലേ, നിനക്കിപ്പോഴും ഒരു കുറ്റബോധം ഇല്ലേ? എടാ നമ്മൾ രണ്ടും ന്യായമായി ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കുക. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവന് മനസ്സിലായി ഇവിടെ മരിച്ചാലും പിന്നൊരു ജീവനുണ്ട്. അതെന്തൊരു ബോധ്യ. അവൻ അവിടെ കിടന്നിട്ട് പറഞ്ഞു, രാജാവേ നീ രാജത്വം പ്രാപിക്കും, നീ രാജത്വം പ്രാപിക്കും. എന്തോ വെളിപ്പാടാ, സ്വതന്ത്രം പറയുന്നില്ല. ക്രൂശി കിടന്ന് ചാകാൻ നേരത്ത് പറഞ്ഞു, നീ രാജത്വം പ്രാപിക്കും. നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. ക്ഷണത്തിൽ യേശു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. സ്വതന്ത്രം പറയണം. പാപം ചെയ്ത് ഏതിനും മരിച്ച് ആദമിനെ ഇറക്കി വിട്ട് വാതിലടച്ചിട്ട് മരണം മൂലം പാപം മൂലം അടയപ്പെട്ട പറുദീസ കാൽവരി ക്രൂശിൽ തുറക്കപ്പെട്ട് അകത്തോട്ട് കയറിയപ്പോൾ ആ നിമിഷം ഏറ്റുപറഞ്ഞവനെ കൊണ്ടാ കയറിയേ. അവനോട് പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. എൻ്റെ കൂടെയാണോ നിങ്ങളെല്ലാവരും? നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 2 പേരെയാണ് പൗലോസ് കണ്ടത്. ഒരുത്തൻ അടുക്ക കിടന്നു, അവനിങ്ങനെ ചുമ്മാ ആ ക്രൂശ് ഒന്ന് ആട്ടിയിരുന്നെങ്കിൽ യേശുവിനെ മുട്ടാം. നോക്കിക്കൊണ്ട് കിടക്കുക, നോക്കിക്കൊണ്ട് കിടന്നിട്ടും ദൂഷിച്ച് നരകത്തിൽ പോയി. മറ്റവൻ നോക്കിക്കൊണ്ട് രക്ഷ പ്രാപിച്ചു. നിങ്ങൾ സ്വതന്ത്രം പറയുന്നില്ല. ഒരുത്തൻ നോക്കിക്കൊണ്ട് രക്ഷ പ്രാപിച്ചു, മറ്റവൻ നോക്കിക്കൊണ്ട് നരകത്തിൽ പോയി. ഇന്ന് രാത്രി യേശു ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്രൂശിതനെ വരച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാ. നീ അവനെ നോക്കി രക്ഷ പ്രാപിക്കണം. ഇന്ന് രാത്രി നിത്യജീവൻ കിട്ടാൻ 2 മാർഗമില്ല, ഒരേ ഒരു മാർഗം. നിന്റെ മുഴുവൻ പാപം, നിന്റെ മുഴുവൻ ശാപം, നിന്റെ മുഴുവൻ രോഗം വഹിച്ചുകൊണ്ട് 33 തിരുവയസ്സിൽ ഗാഗുൽത്തായുടെ കൊടുമുടിയിൽ 3 കാരിരും ബാണികളാൽ തൂങ്ങപ്പെട്ടവനെ നോക്കുന്നവന് നിത്യജീവനുണ്ട്. ഏറ്റെടുക്കുന്നവന് കരമഴിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. പുത്രനെ നോക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ രക്ഷ നമ്മൾ അറിയണം. നാം രക്ഷിത ഗണമാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞേ, രക്ഷിത ഗണം ഒരു ഏകീകരണമുള്ള ഹൃദയമാണ്. നമ്മൾ ആരാന്നുള്ളത് മറന്നു പോകല്ല. തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത 2 വല്ലാത്ത ശത്രുത്വമുള്ള ജാതി. ഒന്നാമത്തെ ജാതിയുടെ പേര് യഹൂദൻ. അമേരിക്കയും റഷ്യയും ചൈനയും പറഞ്ഞാലും അവൻ അടി നിർത്തത്തില്ല, അവൻ അടിക്കും. തമ്മിൽ യോജിക്കാത്ത, ശത്രുതയുള്ള, വൈരാഗ്യമുള്ള, പകയുള്ള, വിദ്വേഷമുള്ള ഒരു യഹൂദൻ. 2, അവൻ ഏത് ബോംബിട്ടാലും തിരിച്ച് ബോംബിടാൻ ശക്തിയുള്ള യവനൻ, ജാതി. ലോകത്തിലെ 2 ജാതി, 1 യഹൂദൻ, 2 യവനൻ. ഈ 2 ബദ്ധ ശത്രുക്കളായ തമ്മിൽ യോജിക്കാത്ത, ആ വൈരാഗ്യമുള്ള, ശത്രുത്വമുള്ള 2 ജാതിയിൽ നിന്ന് 3ാമത്തെ ഒരു ജാതി ഉണ്ടായി. ആ ജാതിയുടെ പേരാ ദൈവസഭ. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. യഹൂദനിൽ നിന്നും യവനിൽ നിന്നും കാലാകാലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ വിളിച്ച് പുത്രന്റെ രക്തം കൊണ്ട് കഴുകി വേർതിരിച്ചവരുടെ കൂട്ടം, അതാ രക്ഷിതഗണം. അതിനകത്ത് ശത്രുത്വം വരല്ലേ. ശത്രുത്വം ഉണ്ടെങ്കിൽ നീ സഭയ്ക്കകത്തില്ല. യേശുവിൻ്റെ സഭയ്ക്കകത്ത് ശത്രുത്വമില്ല. ക്രൂശേ കിടന്നുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഇന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്കകത്ത് പകയില്ല, വിദ്വേഷമില്ല, ശത്രുത്വമില്ല. അതൊക്കെ ഇന്നും ഉണ്ടെങ്കിൽ നീ സഭയ്ക്കകത്തല്ല, ഏതെങ്കിലും സംഘടനയ്ക്കകത്തായിരിക്കും. സ്തോത്രം പറയണം. സഭ എന്ന് പറഞ്ഞാൽ രക്ഷിതഗണത്തിന്റെ കൂട്ടം, ഏകീകരിക്കപ്പെട്ട കൂട്ടം,
നീതീകരിക്കപ്പെട്ട കൂട്ടം, വിശുദ്ധീകരിക്കപ്പെട്ട കൂട്ടം, താമസിയാതെ തേജസ്കരിക്കപ്പെടുന്ന കൂട്ടം, മകുദ്ധീകരിക്കപ്പെടുന്ന കൂട്ടം. നിങ്ങൾ സ്വത്രം പറയുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, ഏകീകരിക്കപ്പെട്ടവരുടെ കൂട്ടം, നീതീകരിക്കപ്പെട്ടവരുടെ കൂട്ടം, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടം, തേജസ്കരിക്കാൻ പോകുന്നവരുടെ കൂട്ടം, മകുദ്ധീകരിക്കാൻ പോകുന്നവരുടെ കൂട്ടം. ഇന്നലെ ഞാൻ ദൂത് പറയുമ്പോൾ ആ മകുത്വം നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ റോമാലേഖനം 6-ാം അധ്യായം 22-23 വാക്യം. റോമാലേഖനം 6-ാം അധ്യായം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്നുകൂടെ ആ വാക്യം വെച്ചേ, ആ വാക്യം തന്നെ വെച്ചേ. എന്നാൽ ഇപ്പോൾ, പ്രസന്റ് ടൈമാണ്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം, അതിൻ്റെ അന്തം നിത്യജീവൻ. സമയമെടുത്ത് വിവരിക്കേണ്ട കാര്യമാണ്. വിശുദ്ധീകരണവും നിത്യജീവനും ഒന്ന് പറഞ്ഞേ എല്ലാവരും കൂടെ. വിശുദ്ധീകരണവും നിത്യജീവനും. ആർക്ക്? സ്വാതന്ത്ര്യം ലഭിച്ചവർക്ക്. എന്തു സ്വാതന്ത്ര്യം? നിന്റെ കഴുത്തെ വെച്ചിരുന്ന പാപത്തിൻ്റെ അടിമനുഖം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് തല്ലി ഓടിച്ച് ദൂരോട്ട് കളഞ്ഞു. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഒരല്ലിയെ പറയണം. അങ്ങനെയാണ് അവൻ നിന്റെ പുറകെ അടിമനുഖം കൊണ്ട് നടക്കുന്നുണ്ട്. നീ ആ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നിന്നെ സ്വതന്ത്രരാക്കി. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സമീപ രാജ്യമായ അമേരിക്കയിലെ പ്രസിദ്ധനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ, അമേരിക്കയിലെ അടിമത്തം നിർത്തലാക്കിയ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ 12 വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ കർഷകനായ പിതാവ് വളരെ ഞെരുക്കമുള്ള കാലഘട്ടത്തിൽ തൻ്റെ പറമ്പിൽ വിളഞ്ഞ കൃഷിഫലങ്ങൾ കൊട്ടയ്ക്കകത്താക്കി എബ്രഹാം ലിങ്കൻ എന്ന ടീനേജ് പ്രായമുള്ള 12 വയസ്സുകാരൻ്റെ തലയെ വെച്ച് കൊടുത്തു. മോൻ തൊട്ടടുത്ത മാർക്കറ്റിൽ പോയി വിൽക്കണം. വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇന്ന സാധനം മേടിച്ചോണ്ട് വരണം. വൈകിട്ട് നമുക്ക് 7 അംഗങ്ങളുള്ള കുടുംബത്തിന് ആഹാരം കഴിക്കാൻ. അപ്പനെ അനുസരിക്കുന്ന എബ്രഹാം ലിങ്കൻ കൊട്ടയ്ക്കകത്ത് സാധനങ്ങളുമായി മാർക്കറ്റിൽ വിൽക്കാൻ പോയി. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മറ്റൊരു വിൽപ്പന ചരക്ക് കണ്ടു. തൻ്റെ സെയിം പ്രായമുള്ള 12 വയസ്സുള്ള ഒരു ചെറുക്കൻ, അടിമ ചെറുക്കനെ ചന്തയിൽ വിൽക്കാൻ വെച്ച് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നു. എബ്രഹാം ലിങ്കൻ എന്ന ചെറുപ്പക്കാരൻ 12 വയസ്സുള്ള ബാലകന്റെ ഉള്ളത്തിൽ വലിയ പ്രേരണയുണ്ടായി. അപ്പൻ സാധനം മേടിക്കാൻ കൊടുത്തു വിട്ട കാശ് കൊണ്ട് ഇവനെ വിലയ്ക്ക് മേടിച്ചു. 12 വയസ്സുകാരനെ വിലയ്ക്ക് മേടിച്ചു. വിലയ്ക്ക് മേടിച്ചിട്ട് അവൻ്റെ കെട്ടഴിച്ചപ്പോൾ ഈ ചെറുക്കന് ഈ എബ്രഹാം ലിങ്കൻ്റെ പുറകെ വന്നു. അവനെ ചോദിച്ചു, നീ എവിടെ പോവാ? നീ എന്നെ വിലയ്ക്ക് മേടിച്ചില്ല, ഞാൻ നിന്റെ പുറകെ വരിക. ഞാൻ ഇത്ര നേരം അയാളുടെ ദാസനായിരുന്നു, ഇപ്പം മുതൽ നിന്റെ ദാസനാന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞിടാ, കുഞ്ഞേ, ഞാനും നീ സെയിം പ്രായം, നീ ഇത് അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അരി മേടിക്കേണ്ട പൈസയ്ക്ക് നിന്നെ അഴിച്ചു വിട്ടേക്കുന്നത്. ഞങ്ങളിപ്പോൾ തന്നെ 7 പേരുണ്ട്, നീ ഇവിടെ വന്നാൽ 8. ഞങ്ങളിന്ന് കഞ്ഞി വെക്കുന്നില്ല, നീ എവിടെയും പോയി രക്ഷപ്പെട്ടോ? അവൻ പറഞ്ഞു, ഞാൻ എവിടെ പോയി രക്ഷപ്പെടാനാ, ഞാൻ നിന്റെ പുറകെ വരിക. അവനാകെ പ്രയാസത്തിലായി. വീട്ടിൽ കൊണ്ടുവന്ന വൈകിട്ട് എന്നോ ചെയ്യും, അപ്പൻ എന്നോ ചെയ്യും. എങ്കിലും എബ്രഹാം ലിങ്കൻ ഈ 12 വയസ്സുകാരനെ കൊണ്ടുപോയി. ചെന്താ ഉണ്ടായ സംഭവമല്ല അപ്പനോ. അപ്പം പറഞ്ഞ്, സാരമില്ല, നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് പട്ടിണി കിടക്കാം, നീ ചെയ്ത കാര്യം നന്നായിപ്പോയി എന്ന് പറഞ്ഞ് ആ വീട്ടിൽ പാർപ്പിച്ചു. അവനാ പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റായതും അടിമത്തം എന്ന ക്രിയാതമായ ആ വ്യവസ്ഥിതിയെ എന്നേക്കുമായി മാറ്റിയത്. ഒരു അല്ലുലിയെ പറഞ്ഞേ. ഈ വാക്യം ശ്രദ്ധിച്ചോ. പാപത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച നീ അടുത്ത നിമിഷം മുതൽ ദൈവത്തിൻ്റെ ദാസന. എല്ലാവരും പറഞ്ഞേ. കേട്ടില്ല. നിങ്ങളുടെ മനസ്സിലെ ദൈവത്തിൻ്റെ ദാസനാരാ? ഞാനും സിനോജ് പാസ്റ്ററും ജോൺസൺ പാസ്റ്ററും ഒക്കെയാണ് മോൻ അല്ലേ? നിങ്ങളുടെ മനസ്സിലെ ദൈവത്തിൻ്റെ ദാസനാരാ? രക്ഷിക്കപ്പെട്ട മുഴുവൻ പേരും
പാപത്തിൻ്റെ നുകമൊടിഞ്ഞ മുഴുവൻ പേരും, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച മുഴുവൻ പേരും ദൈവത്തിൻ്റെ ദാസീദാസന്മാരാ. ഹല്ലേലൂയ പറയണം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ദൈവത്തിൻ്റെ ദാസീദാസന്മാരാ. എന്തൊരു പദവിയാ! പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് കൃപയാൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നിന്നെ ദൈവത്തിൻ്റെ ദാസനാക്കിയാൽ നിനക്കൊരു ഫലമുണ്ട്. ആ ഫലം വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം. സ്വതന്ത്രം പറഞ്ഞേ, ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറയുമ്പോൾ വചനത്താൽ കഴുകൽ നടന്നുകൊണ്ടിരിക്കുക. പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഈ വചനം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്നാമത്തെ കഴുകൽ നടക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ മേലുള്ള എല്ലാ അശുദ്ധിയുടെ കറകൾ, കളങ്കങ്ങൾ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എല്ലാം യേശുവിന്റെ പുണ്യാക രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തത്താൽ നിന്നെ കഴുകുമ്പോൾ തന്നെ വചനത്താൽ നീ വിശുദ്ധീകരണം പ്രാപിക്കുക. അതിനൊരു അന്ത്യമുണ്ട്. അതിൻ്റെ അന്ത്യം പറഞ്ഞ എല്ലാവരും ചോദ്യം, നല്ല ഗുരു എങ്ങനെ നിത്യജീവൻ കിട്ടും? ഉത്തരം ബോധ്യപ്പെടുന്നവർ സ്വോത്രം പറയണം. നമ്മളെന്തിനാ കൃപ വന്നത്? ഹലോ, കടം വീടാനോ, രോഗസൗഖ്യമാകാനോ, വഴി തുറക്കാനോ? അതെല്ലാം നമ്മുടെ ആയുസ് കഴിയുമ്പോൾ തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി നിത്യജീവനാണ്. അതിനെ മുറുകെ പിടിച്ചോണം. നിത്യജീവനെ ഇന്ന് രാത്രി നീ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടവരൊക്കെ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ്. മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെട്ടവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞ്. സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയുന്നു, ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ സ്നാനപ്പെട്ടോണം. അടുത്ത ദിവസം എനിക്കോ നിനക്കോ ഉള്ളതല്ല. ബ്രിട്ടനിൽ വലിയ വംശീയ കലാപം നടക്കുക, ബംഗ്ലാദേശിൽ വംശീയ കലാപം നടക്കുക, ശ്രീലങ്ക ഏത് നിമിഷവും പൊട്ടിത്തകരാൻ പോകുകയാണ്. അടുത്ത ദിവസം ഇവിടെ അത് സംഭവിച്ചു കൂടാന്നില്ല. നിങ്ങളാരും സുരക്ഷിതത ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടം തകർന്നാലും നീ പേടിക്കണ്ട, എനിക്കൊരു നിത്യതയുണ്ടെന്ന് ഉറപ്പായാൽ. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞത്, മകനെ, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലടാ, നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. എന്നാൽ നമുക്ക് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരമുണ്ട്. ഇന്ന് രാത്രി ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ആ ഭവനത്തെക്കുറിച്ച് ബോധമുള്ളവരൊക്കെ കൈ ഉയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് യേശു പറഞ്ഞ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. പരിശുദ്ധാത്മാഭിഷേകത്തിന് ആരാധിക്കുന്ന ആരാധന കേട്ടപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളിന് വന്ന ജനമെല്ലാം കൂടെ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഈ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അപ്പൊ പെരുന്നാളിന് വന്നിട്ട് സന്തോഷമില്ല. വെടിക്കെട്ടുണ്ട്, ആനയുണ്ട്, അമ്പാരിയുണ്ട്, അൽക്കിട്ടക്കുടയുണ്ട്, ഭയങ്കര കുർബാന നടക്കുന്നു, ചൊല്ലുണ്ട്, ചൊലുത്തുണ്ട്, പൂജയുണ്ട്, നേർച്ചയുണ്ട്, പക്ഷേ സന്തോഷമില്ല. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഈ സന്തോഷം എങ്ങനെ കിട്ടും? അത് അഭിഷേകമുള്ളവനെ കിട്ടത്തുള്ളൂ. പത്രോസ് പറഞ്ഞു, ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് സ്നാനപ്പെടണം. സ്നാനപ്പെട്ടാൽ ദൈവം ആത്മാവിനെ നൽകും. ആത്മാവിനെ പ്രാപിച്ചവൻ ഈ വക്രതയുള്ള തലമുറ വേർപെടണം. വേർപെട്ടവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നവനുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മ ആചരിക്കുന്നവൻ അപ്പം നുറുക്കി പ്രാർത്ഥിക്കണം. സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിൽ ദൈവമേലെ സന്തോഷവും ദൈവമക്കൾക്ക്. അതുകൊണ്ടാണ് പാപം ചെയ്ത ദാവീദിന്റെ സന്തോഷം പോയി. രക്ഷയ്ക്കകത്ത് സന്തോഷമുണ്ട്, അത് പോയി. ഉടനെ ആ മനുഷ്യൻ നിലവിളിച്ചു, ദൈവമേ, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഈ രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? ഹലോ, കനേഡിയൻ ഡോളറും അമേരിക്കൻ ഡോളറും ഒക്കെ കയ്യിലുണ്ടായിട്ട് സന്തോഷമുണ്ടോ?
സന്തോഷമില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്നെ പോലെ അല്ലൂയ ദരിദ്രം അനുഭവിക്കുന്ന വേറെ ആരുമില്ല. നമുക്ക് വേണ്ടിയത് സന്തോഷമാണ്. എത്ര പേര് കൊതിക്കുന്നു, എനിക്ക് യേശുവിലെ സന്തോഷം അനുഭവിക്കണം, നിത്യതയുടെ സന്തോഷം അനുഭവിക്കണം. അകത്ത് ആത്മാവിന്റെ സന്തോഷമുള്ളവര് ഈ രാത്രി കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ചേ. ദൈവ മക്കളുടെ അകത്ത് സന്തോഷം നിറയണം. ഒന്ന് യോഹന്നാൻ 1:2, 1 യോഹന്നാൻ 5:13, 2 വാക്യം വേഗം വായിക്കണം. ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി വായിച്ചോ. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ, ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവൻ. നിങ്ങൾ എൻ്റെ കൂടെയാണോ? യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് തൻ്റെ മാർവിടം ചാരിയ വെളിപ്പാടുകാരനായ യോഹന്നാൻ ലേഖനം എഴുതുകയാണ്. ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനായ യേശുക്രിസ്തു ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങളുടെ കൈകൾ സ്പർശിച്ചതുമായ നിത്യജീവൻ. ഹലോ, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുക്രിസ്തു എന്ന നിത്യജീവൻ നിന്റെ അകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയം കിട്ടുമെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാക്ഷി പറയാം. എൻ്റെ സാക്ഷി നിങ്ങൾക്കെല്ലാം യൂട്യൂബിലുണ്ട്. എൻ്റെ യോഗ്യത, എനിക്ക് ലോകത്തിലാകപ്പാടെ 1-ാം സ്ഥാനം കിട്ടിയ ഒരു കാര്യമേ ഉള്ളൂ. ആ പാപികളെ ഞാൻ, പ്രൈസ് ദി ലോർഡ്, പന്തിക്കൂട്ടിൽ നിന്ന് കയറി വന്ന ആളിനെ അറിയാമല്ലോ. നിങ്ങൾ ആളിനെ കണ്ടിട്ടുണ്ടോ? അപ്പം കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്ത പന്നിക്കൂട്ടിൽ നിന്ന് കയറി വന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോണം. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയുമില്ലാതെ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് 4 കുപ്പി വിഷം കുടിച്ച് റെയിൽവേ പാളത്തെ തലവെച്ച് പെരുന്തരയിലെ കയത്തിപ്പോയി എടുത്തു ചാടി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണത്തിൻ്റെ പിന്നാലെ നടന്ന എന്നെ 84-ൽ എൻ്റെ കർത്താവ് തേടി വന്നു. എനിക്ക് അവൻ തന്നത് ഈ ജീവനാ. എന്നോട് ചിലരൊക്കെ ചോദിച്ചു, ഈ പ്രായത്തിൽ മര്യാദയ്ക്ക് റാന്നിലിരുന്നാൽ പോരെന്ന്. ഞാൻ ഇരിക്കത്തില്ല ചാ. എൻ്റെ കാലുകൊണ്ട് എഴയുന്നത് വരെ ഞാനിങ്ങനെ വരും. എനിക്ക് ഇരിക്കാനൊക്കത്തില്ലെന്ന്. ഹലോ, അല്ല, എൻ്റെ വിടുതൽ എത്ര വലുതാ. അധികം ഇളച്ച് കിട്ടിയവൻ അധികം കർത്താവിനെ സ്തുതിക്കും. ഞാൻ ഇതിനകത്ത് തുള്ളിച്ചാടാൻ അവസരമുണ്ട്, തുള്ളിച്ചാടും. എന്നാന്നറിയാമോ? എനിക്ക് ലഭിച്ച പാപക്ഷമ എത്ര വലുതാ, എനിക്ക് ലഭിച്ച ലക്ഷ്യം എത്ര വലുതാ, എനിക്ക് ലഭിച്ച നിത്യജീവൻ എത്ര വലുതാ. ഇതിനകത്ത് നിത്യജീവൻ ലഭിച്ചവരൊക്കെ ആത്മാർത്ഥമായിട്ടൊരു നിമിഷം കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. നിനക്ക് ലഭിച്ചത് പ്രത്യക്ഷമായ നിത്യജീവൻ, പ്രത്യക്ഷമായ നിത്യജീവൻ. വായിച്ചേ 5:13, 1 യോഹന്നാൻ 5:13 വേഗം വായിച്ചേ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഒരു നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ഞാൻ ഈ തൊണ്ട കീറി പ്രസംഗിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിലും നിത്യജീവനുണ്ട്. ഹലോ, ധൈര്യത്തോടെ പിശാചിന്റെ മുഖത്ത് നോക്കി പറയുന്നത്, ഉട്ട പിശാചേ, എനിക്ക് നിത്യജീവനുണ്ടടാ. എൻ്റെ ദേഹത്തെ കൊല്ലുന്നവനെ ഞാൻ പേടിക്കത്തില്ലടാ. ഇന്ന് രാത്രി എൻ്റെ അകത്ത് ഒരു നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിത്യജീവന്റെ ഉടമകൾ ഇന്ന് രാത്രി ഉറക്കെ പറ, ദുഷ്ട വ്യാപാരങ്ങളെ എന്നെ തൊടാൻ കഴിയത്തില്ല, എൻ്റെ മേൽ നിത്യജീവനുണ്ട്. എങ്ങനെ നിത്യജീവൻ ഉണ്ടാകും? വായിക്കാം. യോഹന്നാൻ 6:63. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജീവിപ്പിക്കുന്നത്, എല്ലാവരും പറഞ്ഞേ, ആത്മാവാകുന്നു. നിങ്ങൾ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47 വായിച്ചിട്ടുണ്ടല്ലോ. ആത്മാവ് പ്രവാചകനെ വിളിച്ചു. ആത്മാവിൽ എടുത്തുകൊണ്ടൊരു താഴ്വരയെ കൊണ്ട് നിർത്തി. ആ താഴ്വര അസ്ഥികൾ നിറഞ്ഞ താഴ്വരയായിരുന്നു. വളരെയേറെ അസ്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ ഉണങ്ങി വരണ്ട് ചിതറിക്കിടന്നു. പ്രവാചകനോട് ദൈവം ചോദിച്ചു, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ?
പ്രവാചകൻ പറഞ്ഞു, ദൈവമേ അങ്ങറിയുന്നു. ദൈവം പറഞ്ഞു, പ്രവാചക നീ സംശയിക്കാതെ ഈ അസ്ഥികളെ ചുറ്റി അസ്ഥികളെ ചുറ്റി നീ വചനം പ്രസംഗിക്ക്. അവൻ ഒട്ടും മടിക്കാതെ തിരിച്ച് സ്തോത്രമില്ല, പ്രൈസ് ദി ലോർഡ് ഇല്ല, ഹല്ലേലൂയയില്ല, കയ്യടിയില്ല, ഒന്നും പ്രതീക്ഷിക്കാതെ ഉണങ്ങിയ അസ്ഥികളോട് വചനം പ്രസംഗിച്ചപ്പോൾ അസ്ഥിയോട് ചേർന്നു. അസ്ഥി ഒരു ഷേപ്പുള്ള ബോഡിയായി. അതിന്മേൽ ഞരമ്പുകൾ വന്നു. തുടക്കത്തെ ഞരമ്പൂരി ഹാർട്ടെ പിടിപ്പിച്ചെന്നല്ല. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി ബൈപ്പാസ് ഇല്ലാതെ ഞരമ്പ് വെക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ഒരു ഓപ്പൺ സർജറി ഇല്ലാതെ നിർജീവമായി പോയ ഞരമ്പുകളെ പിടിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ വചനത്തിന്റെ ശക്തി എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചില നിർജീവത്വങ്ങളെ ഈ രാത്രി ദൈവം മാറ്റുകയാ. നിന്റെ മൺകൂടാരത്തിൽ ദൂതനിട്ടിരിക്കുന്ന ചില നിർജീവ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശു വിശ്വസിക്കുന്നവർ അല്പനിമിഷം ഒരുമിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ജുഡഗജാല വൈഡ ഭേദ രൗഡ റിമന രഗദ രൗഷ അർത്ഥമാന ദീപരംധരാധികാരകൾക്ക് രൗഡ. ഈ രാത്രി ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ചില നിർജീവത്വങ്ങൾ മാറട്ടെ. ആരോഗ്യത്തോടെ പ്രാണനോട് വെല്ലുവിളിക്കുന്ന പൈശാചിക മേഖലകളുടെ മേൽ ഇന്നത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയം കൽപ്പിക്കുകയോ. ചൂടാമനകാരം ധാരകദാ രൗഷാരിമനെ അടകേറമനെ ഹല്ലേലൂയ. ചൂടാ ബാബാ ബാബാ. ശ്രദ്ധിച്ചേ, ഞരമ്പ് വന്നു, മാംസം വന്നു, ത്വക്ക് വന്നു, ഒരു ഷെയ്പ്പുള്ള നിഗതന്മാരായി. ദൈവം പറഞ്ഞു, പ്രവാചക വചനപ്രസംഗം നിർത്തിയേര്, ആത്മാവിനോട് പ്രവചിക്ക്. അവൻ ആത്മാവിനോട് പ്രവചിച്ചു. 4 ഭാഗത്തു നിന്നും ആത്മാവ് നിഗതന്മാരുടെ മേൽ ഊതി. അപ്പോൾ ഒരു സൈന്യമായി എഴുന്നേറ്റു. ഹലോ, നിത്യജീവൻ കിട്ടാൻ നല്ല ഗുരു ഞാൻ എന്ത് ചെയ്യണം? ആത്മാവിനെ പ്രാപിക്കണം. ആത്മാവിനെ പ്രാപിക്കുന്ന പാട്ട് ക്ലൈമാക്സിൽ എത്തുമ്പോൾ 2 മുറിയന്യ ഭാഷ പറയാനല്ല, ഋതംപാട് മൂക്കുമ്പോൾ, ട്രംസെറ്റ് മൂക്കുമ്പോൾ, സൈട്രം മൂക്കുമ്പോൾ 2 കൈയടിച്ച് അവസാനിക്കാനല്ല. ആത്മാവ് നിന്റെ അകത്തെ നിർജീവത്വങ്ങളെ മാറ്റുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതി. ഇന്ന് രാത്രി ആത്മാവ് ജീവിപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ ശമരിയക്കാരി പറഞ്ഞു, കർത്താവേ ഞാൻ ഇവിടം വരെ വന്ന് കോരാതിരിപ്പാൻ ആ വെള്ളം എനിക്ക് തരണം. ഹലോ, യേശു പറഞ്ഞു, സ്ത്രീയെ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് നിത്യജീവനുണ്ട്. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി യേശു ക്രിസ്തു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയരെ, ഇവിടെ സഭ തുടങ്ങിയത് ചെറുക്ക് നിത്യജീവൻ കിട്ടാനാ. നിത്യ സ്വർഗത്തിൽ നീ വസിക്കണമെങ്കിൽ, നിത്യനായ ദൈവത്തിൻ്റെ കൂടെ വസിക്കണമെങ്കിൽ നിനക്ക് നിത്യജീവൻ വേണം. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നു, മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും എനിക്ക് നിത്യജീവൻ വേണം. ഏറ്റെടുക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ.